അല്ല സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്ക് ആരോടും വിരോധമില്ല, ആരോടും പ്രത്യേക വിധേയത്വമല്ല. ദീനിന്റെ നേരായ മാർഗം മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ നേർദിശയിലൂടെ ചലിപ്പിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം സമസ്ത നിർവഹിക്കട്ടെ. സമസ്ത നിർവഹിക്കുന്നതിൽ ആരാണ് നിർവഹിക്കുക? ഞാൻ ചോദിക്കട്ടെ. ചിന്തകളുമായി മുന്നോട്ട് പോകാൻ അനുവദിച്ചാൽ അത് അത്യന്തം അപകടകരമായിരിക്കും. ഇത് തന്നെയാണ് CIC വിഷയത്തിലൊക്കെ നമ്മൾ ആൾക്കാരിൽ എന്തിനാണ് സമസ്ത പ്രശ്നം ഉണ്ടാക്കുന്ന ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. CIC വിഷയത്തിൽ അത് വാഫി വഫി എന്നാണ് സമസ്തയുടെ ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണ്. അത് മാത്രമല്ല സമസ്തക്കുള്ളത് ഒരുപാട് വിദ്യാഭ്യാസ ഏജൻസി, ഫൈസി, ദാരിമി ഒക്കെ വിവിധ ബ്രാഞ്ചുകളുണ്ട്. അഷാരി, അസാദി, ഇർഫാനി, ഒരുപാട് ഹസനി, നിരവധി വിദ്യാഭ്യാസ ഏജൻസികൾ സമസ്തക്കുണ്ട്. വാഫി വഫിയ പ്രസ്ഥാനത്തിന് ആദർശ രംഗത്ത് ചില ചാഞ്ചല്യങ്ങൾ കണ്ടപ്പോൾ സമസ്ത ഇടപെട്ടു. സമസ്ത ഇടപെടണമല്ലോ. അത് സ്വന്തക്കാരെങ്കിൽ കണ്ണു ചുമ്മാൻ പറ്റുമോ? പറ്റൂല. അവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്ക് ആരോടും വിരോധമില്ല, ആരോടും പ്രത്യേക വിധേയത്വമല്ല. ദീനിന്റെ നേരായ മാർഗം മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ നേർദിശയിലൂടെ ചലിപ്പിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം സമസ്ത നിർവഹിക്കട്ടെ. സമസ്ത നിർവഹിക്കുന്നതിൽ ആരാണ് നിർവഹിക്കുക? ഞാൻ ചോദിക്കട്ടെ. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നിട്ട് നിർവഹിക്കുമോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനിക്കാർ നിർവഹിക്കാൻ സാധിക്കുമോ? CPM നിർവഹിക്കാൻ സാധിക്കുമോ? CPIക്ക് നിർവഹിക്കാൻ സാധിക്കുമോ? സാമൂഹ്യ സാംസ്കാരിക സംഘടന നിർവഹിക്കാൻ സാധിക്കുമോ? ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമല്ലേ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ, ആ പരിശുദ്ധമായ ദീനിന് പോർലേൽക്കുന്ന സമയത്ത് അത് കാത്തു സൂക്ഷിക്കാൻ, അതിന്റെ കാര്യത്തിൽ നിതാന്തര ജാഗ്രത പുലർത്താൻ പണ്ഡിതന്മാർക്കല്ലേ ഉത്തരവാദിത്തം? ആ പണ്ഡിതന്മാരുടെ സംഘടനയല്ലേ സമസ്ത കേരള ജംഇയ്യത്തുലമ? അൽ ഉലമാ വറസത്തുൽ അംബിയാ. ആലിമീങ്ങൾ എന്നാൽ അള്ളാഹുവിന്റെ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. അനന്തരാവകാശികൾ. സ്വഹീഹ് ഹദീസ് അല്ലേ? വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ. പ്രവാചകന്മാർ സ്വർണ്ണ നാണയം അനന്തരാവകാശമാക്കി ബാക്കി വെച്ചിട്ടില്ല, വെള്ളി നാണയം അനന്തരാവകാശമാക്കി ബാക്കി വെച്ചിട്ടില്ല. വഇന്നമാ വറസുൽ ഇൽമ. അവർ അനന്തരാവകാശമായി തന്നത് ഈ ഇസ്ലാമിക വിജ്ഞാന സമ്പത്താ. ആ സമ്പത്ത് കിട്ടിയ അനന്തരാവകാശികളാരാ? ആലിമീങ്ങളാ. ആ ആലിമീങ്ങൾ അമ്പിയാക്കൾ ഡ്യൂട്ടി നിർവഹിക്കട്ടെ. അവരെ കൂട്ടായ്മയല്ലേ സമസ്ത കേരള ജംഇയ്യത്തുലമ? എവിടെയാണോ പാകപ്പിഴകാണെന്ന് അവിടെ തിരുത്തണ്ടേ? ഈ കൊടുവള്ളിക്കടുത്ത് ത്വരീക്കത്തുണ്ടായിരുന്നു, കൊരൂ ത്വരീക്കത്ത്. ഈ കൊരൂ ത്വരീക്കത്തിൽ വന്ന ആ ഷെയ്ഖിന്റെ പ്രത്യേകത എന്തായിരുന്നോ? ആ ത്വരീക്കത്തിൽ ചേർന്നാൽ ആണും പെണ്ണും പരസ്പര സഹോദരങ്ങളായി ഇന്ന് പരസ്പരം സ്പർശിക്കാം, ദർശിക്കാം, ഒരു തടസ്സവുമില്ല എന്ന് പഠിപ്പിക്കുന്ന ചില ദിക്റുകളും മന്ത്രങ്ങളും മാത്രം ജപിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാം, നിസ്കാരം ആവശ്യമില്ലെന്ന് പഠിപ്പിച്ചിരുന്ന ത്വരീക്കത്ത് പ്രത്യക്ഷപ്പെട്ടു. സമസ്ത പഠിച്ചു, ഇടപെട്ടു, തിരുത്തി. സമസ്ത തിരുത്തിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പക്ഷെ വലിയ ഭാഗം അതിന്റെ ആളുകളായിരുന്നു. ഇന്ന് അതിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? മലപ്പുറം തിരൂർ ഭാഗത്തിന് ത്വരീക്കത്തിനായിരുന്നു ചോറ്റൂർ ത്വരീക്കത്ത്. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പ് കിട്ടുന്നവരെ ശരിക്കും ഇബാദത്ത് ഏകദേശം ഞാൻ ഉറപ്പായി സമ്പൂർണ്ണമായി മനസ്സിലാക്കിയ പിന്നെ ഇബാദത്ത് നിർത്താമെന്ന് പഠിപ്പിച്ച ത്വരീക്കത്ത്. സമസ്ത പഠിച്ചു, ഇടപെട്ടു, തീരുമാനിച്ചു. ഇല്ലേ? ഖാദിയാനി പ്രസ്ഥാനം. ഖാദിയാനി പ്രസ്ഥാനത്തെ ലോക ചരിത്രത്തിൽ ആദ്യം എതിർത്ത സംഘടന ആരാണ്? ഖാദിയാനി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണെന്നല്ലേ ഒറ്റ നമുക്ക് തോന്നുക. മീർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി കൂടി എക്സ്ട്രാ ഒരു പ്രവാചകനാണെന്നുള്ള പ്രധാന വിശ്വാസം. ഈ വിശ്വാസവുമായി പഞ്ചാബിൽ നമ്മുടെ രാജ്യത്ത് പ്രത്യക്ഷപ്പെട്ട ഈ പ്രസ്ഥാനത്തെ സമസ്ത പഠിച്ച് കൃത്യമായി മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തി ഇവർ മുസ്ലിങ്ങളല്ല, ഇവർ ഇസ്ലാമിനെ വർത്തുന്ന പുറത്താണ്, കാഫിറുകളാണ് എന്ന്. മുജാഹിദ് മിണ്ടിയോ? എത്ര കാലം കിട്ടാൻ മുജാഹിദ് അംഗീകരിക്കാൻ തയ്യാറായത്? പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട്. കാരണം 5 നേരം നിസ്കരിക്കുന്ന ഒരു പാർട്ടിയെ കുറിച്ച് മുസ്ലിം അല്ലാതെ പറയാൻ കഴിയില്ല എന്ന അവരുടെ വാദം. സമസ്ത പഠിച്ചു, മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി. കൂടുതൽ വൈകാതെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണെങ്കിലും സൗദി അറേബ്യയിൽ ദാറുൽ ഇഫ്താ അവിടുത്തെ ഫത്വ കമ്മിറ്റി ഖാദിയാനികൾ അഹമ്മദിയാക്കൾ കാഫിറുകളാണെന്ന് തീരുമാനിച്ചു. അവർക്ക് ഹജ്ജിനും ഉംറക്കും വിസ അനുവദിക്കൽ നിർത്തിവെച്ചു. തുടർന്ന് പാകിസ്ഥാൻ ജംഇയ്യത്തുലമ തീരുമാനിച്ചു. ഇതാണ് സമസ്ത. തെറ്റായ പ്രവണത കാണുമ്പോൾ പഠിച്ച് തീരുമാനിച്ച് ജനസമക്ഷം ബോധ്യപ്പെടുത്തുന്ന രീതി. ഈ അടുത്ത കാലത്തല്ലേ ആലുവ ഷെയ്ഖിന് സമസ്ത തീരുമാനമെടുത്തത്? സമസ്തടുത്തൊരു തീരുമാനം തിരുത്തേണ്ടി വന്നിട്ടില്ല. ആലുവ സുൽത്താൻ എന്ന് പറഞ്ഞ ഷെയ്ഖ് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു. ആ ഷെയ്ഖ് പുതിയ ചില വാദങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. ആളുകളെ വശീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ വശീകരണ വിദ്യ ഉണ്ടാവും. എന്താ വശീകരണ വിദ്യ? നമ്മൾ കാണാത്തൊരു ശക്തി അപ്പുറത്തുണ്ട്, പിശാച്, ശൈത്താൻ. അതല്ലേ നമ്മൾ ടോയ്ലറ്റ് പോകുമ്പോൾ ചൊല്ലേണ്ട എന്താ? ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അല്ലാഹുവിന്റെ ഇന്ദ്രനാമത്തിൽ
നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു ആൺപിശാചുകളെയും പെൺപിശാചുകളെയും ഉപദ്രവത്തിൽ നിന്ന്. ആൺപിശാചുകളും പെൺപിശാചുകളും രണ്ടും മാലിന്യമാണ് ഇവർക്ക് ഇഷ്ടം. കാരണം ഇവർ നല്ലിൻ്റെ ആളുകൾ, പിശാചുകളെ ദുഷിച്ച സ്ഥലങ്ങളും ദുഷിച്ച മേഖല അങ്ങാടികളൊക്കെ കൂടുതലുണ്ടാവും പിശാച്. അതുകൊണ്ട് അങ്ങാടികൾ അധികം നിൽക്കരുത് എന്ന് പറയാൻ കാരണം ഹദീസിലുണ്ട്. അപ്പൊ ഈ ദുഷിച്ച വർഗമാണ് പിശാച്ച്. ഈ അഭിശപ്തമായ പിശാചിൽ നിന്ന് അഭയം തേടിക്കൊണ്ടേ അങ്ങോട്ട് പ്രവേശിക്കാവൂ. നമ്മൾ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് സ്വഹീഹുൽ ബുഖാരിന്റെ ഹദീസ, അവിടെ മുജാഹിദ് പ്രസ്ഥാനം കൈവച്ചു. ഈ ഹദീസകൾ വെച്ചിട്ട് ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അവർ എഴുതി ചേർത്തു, ഇവിടെ ആൺപിശാചുകൾ പെൺപിശാചുകൾ എന്നതിന് മലിന വസ്തുക്കൾ എന്നർത്ഥം വെക്കേണ്ടതാണ്. കാരണം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണ്ടേ, അവിടെ കൂസിൽ പിശാച്ചുണ്ടാവും, എന്ത് പിശാച്ച്, അങ്ങനെ പിശാച്ചൊന്നുമില്ല എന്ന് പറയുന്ന പാർട്ടിയല്ലേ ഇവര്. അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സത്യത്തിൽ ഇന്ന് അതൊക്കെ സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ഹദീസോദി പിശാച്ചിൽ നിന്ന് അഭയം തേടുന്നു. പിശാച്ചിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം പിശാചുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അഷ്റഫുൽ ഹൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം പിശാചിന്റെ മാർഗങ്ങളിലേക്ക് പോകാനിടയാക്കുന്ന ഈ ദുർവ്യാഖ്യാനങ്ങളുമായി ഇത്തരം പിശാചിന്റെ ആളുകൾ പ്രത്യക്ഷപ്പെട്ടു വരുമ്പോൾ അവർക്ക് ചില പ്രത്യേക അറിവുകൾ പിശാചിന് നൽകാൻ സാധിക്കും, അത്ഭുതങ്ങൾ പിശാചിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഹദീസിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ്, ഒക്കെ ഖുർആനിലും ഹദീസിലുണ്ട്. നമുക്ക് കഴിയാത്ത ചില കഴിവുകൾ പിശാചിനുണ്ട്. ഇപ്പോ പിശാചിനെ പൂജിക്കുന്ന ഒരു പൂജാരിയുടെ അടുക്കൽ നമ്മൾ ചെന്നാൽ, നമ്മൾ തലവേദനയായിട്ട് പോകാൻ പല സ്ഥലത്തും പോയി ആ പൂജാരിൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെ സുഖമുണ്ട് അത്രേ എന്ന് പറഞ്ഞിട്ട് ചെന്നാൽ നമുക്ക് അത്തരം ആളുകളൊന്നും സമീപിക്കാൻ ലിമിറ്റ് ഉണ്ട്. നമുക്ക് പരിശുദ്ധമായ ഇസ്ലാം രോഗങ്ങൾക്ക് ആത്മീയമായ ചികിത്സാ രീതികൾ ഇസ്ലാം തന്നെ പഠിപ്പിച്ചാൽ അവിടെയാണ് ഉറുക്കും മന്ത്രവും ഈ പറയുന്ന ഈ സംവിധാനങ്ങളൊക്കെ ഇവർ നിരാകരിക്കുന്ന. അദ്ദേഹം ചെന്ന പാട് നോക്കിയിട്ട് പറഞ്ഞാൽ 12 വർഷമായി തലവേദന തുടങ്ങിയിട്ടില്ലേ, ഒരുപാട് സ്ഥലത്ത് പോയില്ലേ. അപ്പോൾ ഇയാൾ അതോടെ ഒരു വീണു. കറക്റ്റാ 12 വർഷമായി തലവേദന തുടങ്ങിയിട്ട്, നിൽക്കാത്ത തലവേദന. ഇത് പിശാചിനെ സൂചിക്കുന്ന ആളുകൾക്ക് ഇത് പിശാചിനെ ധരിപ്പിക്കാൻ സാധിക്കും പൂജാരിക്ക്. ഈ തരത്തിൽ അത്ഭുത വിദ്യകൾ കാണിക്കുന്ന പേരിൽ ഇത്തരം ആളുകളെ നമ്മുടെ ആളുകൾ എന്ത് ചെയ്യും, വഞ്ചിക്കപ്പെടും. സുൽത്താൻ എന്ന് പറയുന്ന ആലുവയിലെ ഷെയ്ഖിനെ കുറിച്ച് സമസ്ത പഠിച്ചു എന്ന് മാത്രമല്ല, ആൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്. നേരിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ആലുവയിലുള്ള അദ്ദേഹത്തിന്റെ വീടല്ല, പുറത്തൊരു വീട്ടിൽ മധ്യസ്ഥന്മാരെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തെ വരുത്തി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഈ സംശയങ്ങൾക്ക് ന്യായവാദങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സംശയങ്ങൾ മറുപടി ഞാൻ എഴുതിത്തരാം പിന്നീട് എന്ന് പറഞ്ഞു. അദ്ദേഹം കൃത്യമായി എഴുതി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നെയാണ് സമസ്ത തീരുമാനമെടുത്തത് അതിന് വിട്ടുനിൽക്കണം. ഇങ്ങനെ പരിശുദ്ധമായ ദീനിന് കാവൽ നിൽക്കുന്ന, അതിന്റെ ഒറിജിനൽ മാർഗത്തെ കാത്തു സൂക്ഷിക്കുന്ന, നിതാന്ത ജാഗ്രത പ്രാപിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതും CIC വിഷയത്തിനും ഇടപെട്ടതും. ഇല്ലെങ്കിൽ CICന്റെ ആൾക്കാർ നമ്മളെ ആൾക്കാരല്ലേ, അവരെ കാലത്തിൽ അയവ് കാണിക്കാം. അങ്ങനെ ഒരു സംവിധാനമല്ല. മുസ്ലിങ്ങളല്ലേ മുജാഹിദ് ജമാ, അവരൊക്കെ കൂട്ടിപ്പിടിച്ച് ഐക്യത്തിൽ പോവുക, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ആവശ്യമല്ലേ. അതൊക്കെ വോട്ടിന്റെ വിഷയത്തിൽ ആവശ്യമാണ്. വോട്ടിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഭിന്നിക്കരുത്, നമുക്കത് ആ കാര്യത്തിൽ യോജിക്കാം. പക്ഷെ ആദർശ രംഗത്ത് കോംപ്രമൈസ് ഇല്ല. ഈ CIC വിഷയത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിന്റെ തനിപ്പകർപ്പാണ് ലോകത്തെ മറ്റൊരു തീവ്രവാദ സംഘടനയായ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന മുസ്ലിം ബ്രദർഹുഡ്. ഇത് രണ്ടും സെയിമാണ്. ഏകദേശം ഒരു നാണയത്തിന്റെ 2 പുറങ്ങളാണ് മുസ്ലിം ബ്രദർഹുഡും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും. അതിന്റെ ആശയത്തിന്റെ ചെറിയ ചില ശാഖകൾ പതുക്കെ അരിച്ച് ഇഴച്ച് കയറുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക്. ചില നേതാക്കന്മാരുടെ അധ്യാപകരുടെ ബോധ്യപ്പെട്ടപ്പോൾ സമസ്ത ഇടപെട്ടു. അത് അപകടകരമാണ്. നമ്മുടെ മക്കളിലേക്ക് ഈ ആശയം നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ചെലവിൽ നടത്തുന്ന, നമ്മുടെ അധ്യാപകരെ വെച്ച്, നമ്മുടെ ക്യാമ്പസിൽ വെച്ച്, നമ്മുടെ കോളേജിൽ വെച്ച് നടത്തുന്ന ഈ കോഴ്സിൽ ഈ പിതായി ചിന്തകൾ ഒളിച്ചു കടത്തുകയോ അവരിടപെട്ടു. എത്രത്തോളം എന്ന് വെച്ചാൽ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ജമാഅത്തെ ഇസ്ലാമിയും ഇഖ്വാനുൽ മുസ്ലിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ വിഭാഗത്തിന്റെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുക. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഈ ഇമാം അങ്ങനെ പറഞ്ഞു, ആ ഇമാം അങ്ങനെ പറഞ്ഞു, ഈ ഇമാം ഇങ്ങനെ പറഞ്ഞു, ഇതിലേതാ നമുക്ക് സ്വീകരിക്കാം, ഒക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഏകദേശം പൊതു സമീപനം, എല്ലാം സ്വീകരിക്കുന്ന ശൈലി അത് കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല, ഇഖ്വാനുൽ മുസ്ലിമിന്റെ പുസ്തകങ്ങൾ പോലും സിലബസിൽ പഠിപ്പിക്കാൻ തുടങ്ങി.
ഇതൊക്കെ ഗൗരവമുള്ള സത്യമല്ലേ? നമ്മുടെ സ്ഥാപനത്തിൽ ലോകത്തെ തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിൻ തനിപ്പകർപ്പായ മുസ്ലിം ബ്രദർഹുഡിന്റെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ് ഗൗരവമായ വിഷയമല്ലേ? അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനായ സയ്യിദ് ഖുതുബിന്റെ പുസ്തകം സിലബസിൽ ഉൾക്കൊള്ളിച്ചു. അതും നിർത്തിയില്ല. തൊട്ടടുത്ത പ്രമുഖനായ നേതാവായ മുഹമ്മദ് ഖുതുബിന്റെ ശുബ്ഹാത്തുൻ ഹൗലുൽ ഇസ്ലാം എന്ന പുസ്തകം സിലബസിൽ ഉൾക്കൊള്ളിച്ചു. ഇത് നിസ്സാരമല്ലല്ലോ. ഒരു തെറ്റാണെങ്കിൽ എഴുതുമ്പോൾ അക്ഷര തെറ്റ് പറ്റും, അല്ലെങ്കിൽ ആശയത്തിൽ തന്നെ തെറ്റ് പറ്റാം, പിന്നെ തിരുത്താം. പുസ്തകത്തെ സിലബസിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ എത്രമാത്രം അതിന്റെ പിന്നിൽ ബുദ്ധി പ്രവർത്തിക്കണം, എത്രമാത്രം ഒളിച്ചു കടത്താനും നുഴഞ്ഞു കയറാനും ശ്രമിച്ചിരിക്കണം. വേണ്ട, ഞാൻ പറയട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിൽ ഏറ്റവും വലിയ സൈദ്ധാന്തികനായിരുന്നു ഒ അബ്ദുള്ള. പിന്നെ അവരുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് അയാൾ മാധ്യമത്തിൽ രാജിവെച്ചു, പിന്നെ അയാൾ പുറത്തു വന്നു മാത്രം. ഈ ഒ അബ്ദുള്ള ഈ പറയുന്ന വാഫി സിലബസിന്റെ കരിക്കുലം കമ്മിറ്റിയിൽ കൊണ്ടുവന്നു. നിസ്സാരമായ വിഷയമാണോ? നമ്മൾ പൂർണ്ണമായും അകറ്റി നിർത്തണം, ഒരു കോംപ്രമൈസും എന്ന് പറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ 10 പതിറ്റാണ്ട് കാലം മാറ്റി നിർത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെ സൈദ്ധാന്തികനായ ഒ അബ്ദുള്ളയെ ജമാഅത്തെ ഈ പറഞ്ഞ വാഫി സിലബസിന്റെ ഈ സിലബസ് കമ്മിറ്റി അല്ലെങ്കിൽ കരിക്കുലം കമ്മിറ്റിയിൽ കൊണ്ടുവന്നു പറഞ്ഞ നിസ്സാര വിഷയമാണോ? ഒരു ഘട്ടത്തിൽ 2 വർഷം മുമ്പ് അവരുടെ PG ക്യാമ്പസിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട മൗലവി രാജിവെച്ചു. അയാൾ രാജിവെച്ചിട്ട് എവിടേക്കാ പോയത്? ആലുവയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായി. അപ്പൊ നോക്കുമ്പോൾ ജമാഅത്തുകാരനാണ്. നമ്മുടെ സ്ഥാപനത്തിൽ ജമാഅത്ത് മൗലവി പഠിപ്പിക്കുമോ? എന്നാ അത് അബദ്ധാണോ? അബദ്ധമല്ല. കഴിഞ്ഞ ആഴ്ച നടന്ന വാഫി ഫെസ്റ്റിൽ ഈ മൗലവി വീണ്ടും കൊണ്ടുവന്ന് ആദരിച്ചിട്ടുണ്ട്. ഈ ഒരു ബാന്ധവം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇമാതിരി കുറേ പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 1, 2, 3, 4, 5, 10 അല്ല. അഹമ്മദ് ഈസ ആഷൂറ എന്ന് പറയുന്ന സലഫി ഇഖ്വാനി പണ്ഡിതൻ എഴുതിയ തറാവിഹ് 8 റക്അത്ത് എന്ന് പഠിപ്പിക്കുന്ന അൽ ഫിഖ്ഹുൽ മുയസ്സർ എന്ന പുസ്തകം അവിടെ സിലബസിൽ കടന്നുകൂടി. അബദ്ധാന്ന് പറയാൻ പറ്റുമോ? എന്നാ പട്ടിക്കാട് ജാമിയയുടെ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ നന്ദി ദാറുസ്സലാമിന്റെ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ കടമേർ റഹ്മാനിയ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ ഇർഫാനിയ കോളേജിന്റെ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ അസ്അദിയ കോളേജിന്റെ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ അശ്അരിയ കോളേജിന്റെ സിലബസിൽ അങ്ങനെ വരാത്തത്? എന്തേ ലോകത്ത് എവിടെയും സമസ്തയുടെ ഒരു സ്ഥാപനം വരാതെ ഇവിടെ മാത്രം ഈ ജമാഅത്തിന്റെ ആശയങ്ങൾ, ഇഖ്വാനുൽ മുസ്ലിമിന്റെ ആശയങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു? അപ്പൊ സമസ്ത ഇടപെടണ്ടേ? ആർക്കാണെങ്കിലും സംശയിക്കാൻ സാധിക്കുക? സമസ്ത കേരള ജംഇയ്യത്തുൽ ന്യായമായും ഇടപെട്ടു, തിരുത്തണമെന്നാവശ്യപ്പെട്ടു. ഒരു നിലക്കും തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നപ്പോൾ സമസ്ത ചില തീരുമാനങ്ങൾ എടുത്തു. ഇതല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്ധമായി ഒരു വിഭാഗത്തെയും എതിർക്കുന്ന കൂട്ടത്തിൽ സമസ്തക്ക് ഒരൊറ്റ നിർബന്ധമുണ്ട്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇതാണ് എൻ്റെ നേരായ മാർഗം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇതാണ് എൻ്റെ നേരായ മാർഗം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉ. ആ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉ സുബുൽ. മറ്റ് വഴികൾ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി. മറ്റ് മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങളെ അത് ചിതറിച്ച് കളയും, ചിന്ന ഭിന്നമാക്കി കളയും. ദാലികും വസ്സാകും ബിഹി. ഇത് അല്ലാഹുവിന്റെ വസിയത്താ. ശരിക്കും ശ്രദ്ധിക്കണം, ഈ മാർഗത്തിൽ മാത്രം ഉറച്ചു നിൽക്കണം. ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ ഭക്തന്മാരായിരിക്കാൻ വേണ്ടി, സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി.